തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി പരിസരത്ത് പ്രതികൾ തമ്മിൽ സംഘർഷം. കൊലക്കേസിൽ വിചാരണയ്ക്കെത്തിച്ച പ്രതികൾ തമ്മിലായിരുന്നു സംഘർഷമുണ്ടായത്. ഒരാൾക്ക് കഴുത്തിൽ പരിക്കേറ്റു. ടിൻഡുദാസ് ചേർന്നു. ടിൻഡു, എന്താണ് സംഭവിച്ചത്? രജനി 2008 RSS മണ്ണന്തല മണ്ഡലം ശിക്ഷനായ പ്രമുഖായിരുന്ന രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിചാരണ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ വിചാരണ നിശ്ചയിച്ചതു. ഈ കേസിലെ പ്രതിയായ അമ്പലമുഖ് കൃഷ്ണകുമാറിനെ സഹതടവുകാരോടൊപ്പം വാഹനത്തിൽ കോടതിയിൽ എത്തിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത്. ഈ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊലക്കേസുമായി ബന്ധപ്പെട്ട് 3 തടവുകാരെ ഇത്തരത്തിൽ വാഹനത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പ്രതികളെ ഈ കൃഷ്ണകുമാർ മർദ്ദിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിന് മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു. രഞ്ജിത്തിന്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ട് സാക്ഷികളെ ഉൾപ്പെടെ സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ കൃഷ്ണകുമാറിനെ ഒറ്റയ്ക്ക് എത്തിക്കണമെന്നാണ് നിർദ്ദേശം. പക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഇത്തരത്തിൽ രഞ്ജിത്തിന്റെ കയ്യിൽ കൃഷ്ണകുമാറിന്റെ കയ്യിൽ ഈ ഇത്തരത്തിൽ ബ്ലേഡ് വരികയും ബ്ലേഡ് കൊണ്ട് സഹ തടവുകാരനെ ഒപ്പമുണ്ടായിരുന്ന മറ്റു പ്രതിയെ മർദ്ദിക്കുകയും ചെയ്തത്. മർദ്ദിച്ചതിന് ശേഷം മുറിവേൽപ്പിക്കുകയും ചെയ്തത്. മുറിവിൽ കാര്യമായ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയം. ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസിന്റെ പൂർണ്ണമായിട്ടുള്ള സംരക്ഷണത്തിൽ നടത്തേണ്ട വിചാരണയ്ക്കാണ് ഇത്തരത്തിലൊരു വീഴ്ച വന്നിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിനെതിരെ ഇപ്പോൾ വഞ്ചിയൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കൃഷ്ണകുമാർ മറ്റ് കേസിലെ പ്രതിയായതുകൊണ്ട് തന്നെ ഇയാളെ സഹതടവുകാരോടൊപ്പം ഇയാളെ ജയിലിലാണ് ഇപ്പോൾ തുടരുന്നത്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ പോലീസ് കൊണ്ടുവരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നവരെ മുറിവേൽപ്പിച്ചത്. രജനി, ശരി, ടിൻഡു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.